ഈ പ്രോഗ്രാമിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാം നിന്റെ മക്കളെ അവിടുന്ന് വാഴ്ത്തുന്നുണ്ട്. മനോഹരമായ ഗാനങ്ങൾ പാടിയ കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നത്. ക്രിസ്മസും പുതുവത്സരവും ഞങ്ങൾക്ക് സന്തോഷത്തിനും സമാധാനത്തിനും മുഖാന്തരമൊക്കെ അവിടെ തീർക്കണമേ. പ്രത്യേകിച്ച് ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന മക്കൾക്കായിട്ട് സ്തോത്രം. ഏറ്റവും അനുഗ്രഹമായി ഈ ദേശത്തെ പാർത്ത് വിശ്വസ്തയാചരിക്കുവാൻ നിന്റെ മക്കൾക്ക് അവിടുന്ന് കൃപ ചൊരിയണമേ. ഈ രാത്രിയിൽ തിരുസാന്നിധ്യവും അനുഗ്രഹവും കൂടിയിരിക്കണമേ. യേശുവിന്റെ ദിവ്യനാമത്തിൽ തന്നെ ആമേൻ. Thank you all for joining us in celebrating this beautiful Christmas season. We are truly blessed to have shared this special event with each of you. Your kindness and participation made this evening truly unforgettable. We hope that the message of peace, love, and hope that Christmas brings continues to resonate with you throughout the year. Wishing you all a Merry Christmas and a blessed New Year ahead. Can we please call forward Reverend Father Shinitarian for the vote of thanks? സങ്കീർത്തനം 5:11 പറയുന്നു, അങ്ങയിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു, സന്തോഷിക്കട്ടെ. അവർ എന്നും ആനന്ദഭരിതരായി സംഗീതം ആലപിക്കട്ടെ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ, അവർ അങ്ങയിൽ ആനന്ദിക്കണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹിക്കപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഈ ഒരു മുഹൂർത്തം ഇവിടെ പര്യവസാനിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അധ്വാനിച്ചവരും കഷ്ടപ്പെട്ടവരും ഇതിനായിട്ട് സമർപ്പിച്ചവരും സമർപ്പണ ബോധത്തോടുകൂടി മുമ്പോട്ട് കടന്നു വന്നവരെയും ഒക്കെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് നന്ദി പറയുവാനായിട്ടുള്ളത് ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കുവാനായിട്ട് ഇവിടേക്ക് കടന്നു വന്ന വൈദിക ശ്രേഷ്ഠനാണ്. I would like to express my thanks to Very Reverend Prem Kumar Episcopal Achan, St. Mary's മലങ്കര കാത്തലിക് ചർച്ചിൻ്റെ ബ്രിഗ്ഡേലിലെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ സെയിൻറ്റ് പീറ്റേഴ്സ് സെയിൻറ്റ് പോൾസ് മലങ്കര ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയവുമായിട്ട് ഏറ്റവും അടുപ്പവും സ്നേഹവും കരുതലും കാണിക്കുന്ന ഒരു വന്യവൈദിക ശ്രേഷ്ഠനാണ്. തീർച്ചയായിട്ടും അച്ഛനെ സ്നേഹപൂർവ്വം നെഹ്റുവോടെ പേരിൽ ഓർക്കുന്നു. അച്ഛനോടുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അച്ഛൻ്റെ ദേവാലയത്തിൽ നിന്ന് കടന്നു വന്ന 2 കൊയർ ടീം അംഗങ്ങളുണ്ട്. ഒന്ന് ആ ദേവാലയത്തിൻ്റെ മെയിൻ കൊയർ ടീമും അതുപോലെ തന്നെ ജൂനിയർ കൊയർ ടീമും. 2 പേർ കൊയർ ടീം അംഗങ്ങളെയും അച്ഛനോടൊപ്പം തന്നെ നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ഇവിടെ നല്ല ഒരു മെസ്സേജ് നൽകിയ ഈ നമ്മളിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഗ്രിഗറി ജേക്കബ് അച്ഛൻ, ഫാദർ ഗ്രിഗ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു ദേവാലയം ഇന്നലെ മുതൽ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് വിട്ടുതന്ന ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിച്ചു. ഗോൾഡ് കോസ്റ്റ് സെന്റ് ജെയിംസ് ആംഗ്ലിക്കൻ ദേവാലയത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ട സ്റ്റെഫാൻ പ്രഭു അച്ഛൻ, തീർച്ചയായിട്ടും അച്ഛന് ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ പ്രിയപ്പെട്ട കൊയർ കോർഡിനേറ്റർ ആയിരുന്ന പ്രിയ ശാന്തി ചേച്ചിയോട് വിളിച്ച് ചോദിച്ചു, ഈ വർഷം ഇവിടെ ന്യൂഹോറോ നടത്തപ്പെടുന്നില്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. അച്ഛന് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ച് നമ്മുടെ പ്രോഗ്രാമുകൾ അറിയുവാനായിട്ടും അതുപോലെ തന്നെ കടന്നു വരുവാനായിട്ടും ഇടയായി തീർന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നത്. ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റെഫാൻ പ്രഭു അച്ഛനോടും അതുപോലെ തന്നെ എല്ലാ ഇടവക ജനങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രിയപ്പെട്ട സഹോദര തുല്യമായി സ്നേഹിക്കുന്ന
പ്രിയ ഐസൻ ജോഷുവ അച്ഛനാണ്. വർത്തമ ദേവാലയത്തിൻ്റെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ് പ്രിയപ്പെട്ട അച്ഛൻ. എന്ത് പറഞ്ഞാലും അതിൽ യാതൊരു നോയും പറയാതെ ഏറ്റവും ഭംഗിയായി അതുപോലെ തന്നെ സ്നേഹപൂർവവും നമ്മളോട് പെരുമാറുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 3 നെഹ്റോയ്ക്കും മർത്തമ ദേവാലയത്തിൻ്റെ അവരുടെ പാർട്ടിസിപ്പേഷൻ തീർച്ചയായിട്ടും വിലമതിക്കുന്നതിനും അപ്പുറമാണ്. എല്ലാ അംഗങ്ങളെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ ഒരു ക്രൗഡോടുകൂടിയാണ് മർത്തമ ദേവാലയത്തിൻ്റെ കൊയർ കടന്നു വരുന്നത്. അതുപോലെ തന്നെ ഞാൻ അച്ഛനോട് ചോദിച്ചു, എത്ര പേരാണ് അച്ഛൻ ഈ കൊയറിൽ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഏകദേശം 55 മെമ്പേഴ്സ് ഈ മർത്തമ കൊയർ ഗ്രൂപ്പിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ പ്രിയപ്പെട്ട അച്ഛൻ്റെ ക്ഷണം സ്വീകരിച്ച് അച്ഛൻ്റെ പള്ളിയിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ളവർ വരെയും ഈ കൊയറിലെ മെമ്പേഴ്സാണ് എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും ഒരു പ്രധാനമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കൊച്ചു കുഞ്ഞുങ്ങളുടെ കൊയർ, സേവികാ സംഘത്തിൻ്റെ കൊയർ, യൂത്തിൻ്റെ കൊയർ, പള്ളിയുടെ മെയിൻ കൊയർ ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം അത്രമാത്രം ഈ ദേവാലയത്തെ മർത്തമ ദേവാലയം സ്നേഹിക്കുന്നു. എല്ലാവിധമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഏറ്റവും പ്രിയപ്പെട്ട CSI ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ നിന്നും കടന്നു വന്ന കൊയർ മെമ്പേഴ്സാണ്. ഒരുപക്ഷെ അവരുടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് സിഡ്നിയിൽ നിന്നും അതുപോലെ തന്നെ മെൽബണിൽ നിന്നും വരുന്ന അച്ഛന്മാരാണ്. കാരണം വികാരി അച്ഛൻ നാട്ടിലേക്ക് പോയ സ്ഥിതിയിൽ അവര് കുർബാന നടത്തപ്പെടുന്നത് ഇതുപോലെയുള്ള വൈദികർ വന്നിട്ടാണ്. പക്ഷേ ഏറ്റവും ഭംഗിയായി, ഏറ്റവും അനുഗ്രഹമായി ഈ ഒരു കൊയർ ഇവിടെ നടത്തുവാനായിട്ട് അവർക്ക് ഇടയായി തീർന്നു എന്നുള്ളതാണ്. CSI ഹോളി ട്രിനിറ്റി ദേവാലയത്തിലെ എല്ലാ കൊയർ മെമ്പേഴ്സിനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തൊരു കാര്യത്തിനും ഏതൊരു ആവശ്യത്തിനും CSI ദേവാലയത്തെ സമീപിക്കുമ്പോൾ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് അവര് ക്ഷണം സ്വീകരിക്കുന്നത്, നമ്മളെ സ്വീകരിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ആ കൊയർ മെമ്പേഴ്സിനോടുള്ള അകമഴിഞ്ഞതായിട്ടുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ക്യൂൻസ്ലാൻഡ് തമിഴ് ചർച്ച ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ക്യൂൻസ്ലാൻഡ് തമിഴ് ചർച്ച് എന്ന് പറയുന്ന ദേവാലയം നമ്മുടെ ഈ തൊട്ടടുത്ത് ഷെയർവുഡിൽ ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ക്ഷണിച്ചപ്പോൾ തന്നെ അവർ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു കടന്നു വന്നു. എല്ലാ തമിഴ് ചർച്ച് മക്കളോടുമുള്ള അകമഴിഞ്ഞതായിട്ടുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചു. സെയിന്റ് ഗ്രിഗോറിയോസ് മലങ്കര ഓർത്തഡോക്സ് ദേവാലയം ഗോൾഡ് കോസ്റ്റ് ദേവാലയത്തിൻ്റെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നത് ഞാൻ തന്നെയാണ്. ഏറ്റവും ഭംഗിയായിട്ടാണ് ദേവാലയത്തിലെ കൊയർ മെമ്പേഴ്സ് വന്ന് അവര് പാട്ടുകൾ പാടിയത്. ഒരുപക്ഷെ ഞാൻ വരെ അതിശയിച്ചു പോയ ഒരു സമയമാണ്. തീർച്ചയായിട്ടും എല്ലാ മെമ്പേഴ്സിനെയും എല്ലാവരെയും അതോടൊപ്പം തന്നെ കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവിധമായിട്ടുള്ള സ്നേഹവും സന്തോഷവും ഇത്തരണത്തിൽ അറിയിച്ചു. അതുപോലെ തന്നെ ഹിൽ ക്രിസ്റ്റ് സെയിന്റ് തോമസ് ദി അപ്പോസ്റ്റൽ സിറോ മലബാർ ചർച്ചിലെ എല്ലാ അംഗങ്ങളെയും ഏറ്റവും ഭംഗിയായിട്ടാണ് അവര് ഇന്ന് ഇവിടെ ഈ കരോള് പാട്ടുകൾ പാടി ആലപിച്ചത്. ഒത്തിരി സന്തോഷമാണ്. ഇബ്രാഹിമിന്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് അവർ ഇവിടേക്ക് കടന്നു വന്നത് എന്നുള്ളത് വേറൊരു വാസ്തവമാണ്. തീർച്ചയായിട്ടും അച്ഛന് ഇടയ്ക്ക് ചോദിക്കുകയുണ്ടായി, വിശേഷങ്ങൾ തിരക്കുകയുണ്ടായി, ഇവരുടെ കാര്യങ്ങളൊക്കെ അച്ഛന് തിരക്കുകയുണ്ടായി. അച്ഛനോടും എല്ലാ ഇടവക ജനങ്ങളോടും അന്ന് പാടിയ മെമ്പേഴ്സിനോടുമുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നുഹറോ ഇവിടെ ക്രമീകരിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത് സെയിന്റ് പീറ്റേഴ്സ് സെയിന്റ് പോൾസ് ദേവാലയത്തിൻ്റെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ കൺവീനർ, പ്രോഗ്രാം കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും എല്ലാ വ്യക്തികളുടെയും അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ ഒന്നടങ്കമുള്ള കഷ്ടപ്പാടിൻ്റെ
ഒരു റിസൾട്ടാണ് ഇന്ന് ഇവിടെ ഈ ലുഹറോ പൂർത്തീകരിക്കപ്പെടുന്നത്. അതിൽ ഒരു വ്യക്തികളെ പോലെ മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഓരോ വ്യക്തികളും ഓരോ കഷ്ടപ്പാടുകളിലൂടെയാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. എല്ലാ മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇവന്റ് കോർഡിനേറ്റർ എല്ലാവരെയും നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുന്നു. എല്ലാവിധമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചു പോകുന്നു. നമ്മുടെ ഇന്ന് മീഡിയ സപ്പോർട്ടായിട്ട് ഇവിടെ നിന്നത് ദേവാലയത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കോശിശായനും അതുപോലെ തന്നെ ഷൈജുവും പ്രിയപ്പെട്ട ജോഷുമാണ് ഇന്ന് ഈ മീഡിയ സപ്പോർട്ടായിട്ട് ഇവിടെ വന്നത്. ഈ ടി വിയിൽ നിങ്ങൾ കണ്ടു കാണും, പലപ്പോഴായിട്ട് പവർ പോയിന്റ് ഒക്കെ ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് ഇന്ന് മീഡിയ സപ്പോർട്ട് തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും സന്തോഷപരമായും ഇന്ന് MC ചെയ്ത പ്രിയപ്പെട്ട റബേക്ക പോൾ ആൻഡ് ലിയ ജേക്കബ്, രണ്ടുപേരോടുമുള്ള നന്ദിയും സ്നേഹവും. ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളാണ് രണ്ടുപേരും. തീർച്ചയായിട്ടും രണ്ടുപേരോടുമുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഈ മൈക്കും ഈ സൗണ്ടും ഒക്കെ നമുക്ക് ഇന്ന് ഇവിടെ പാടുവാനും അതുപോലെ ആസ്വദിക്കുവാനും ഒക്കെ ക്രമീകരിച്ചത് പ്രിയപ്പെട്ട വാസിൻ ചേട്ടനാണ്. പ്രിയ മകനോടൊത്ത് നേരത്തെ തന്നെ ഇവിടേക്ക് കടന്നു വന്നു ഇതൊക്കെ സെറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ട വാസിൻ ചേട്ടനോടും പ്രിയ മോനോടുമുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, മുഷിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. വന്ന എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഇനിയും ഇത് മുമ്പോട്ട് അടുത്ത വർഷവും ലുഹറോ മുമ്പോട്ട് കടന്നു പോകും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഏവരുടെയും വലിയ സപ്പോർട്ട് ഈ ലുഹറോയ്ക്ക് ഉണ്ടാകണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.